കിഡ്സേരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ക്ലാസ് 2 മലയാളമാണ്. എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് എപ്പിസോഡ് 2 ആണ് മലയാളം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് മഴയെക്കുറിച്ച് ഒരു കവിത എഴുതുക, ഒരു പാട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് എഴുതണം. എങ്ങനെ എഴുതാം മഴയെക്കുറിച്ചൊരു പാട്ട്? നിങ്ങൾ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും എഴുതുക. അപ്പോൾ മഴയിൽ എന്തുണ്ട്? ഇടിയുണ്ട്, മേഘം കറുക്കും, തവള കരയും, പുഴകൾ നിറയും, തോടുകൾ നിറയും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കവിതയിൽ ഉൾപ്പെടുത്തണം. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ എന്താ? അത് മഴ കവിതയാവും. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. മഴയെക്കുറിച്ചൊരു പാട്ട് എഴുതുമ്പോൾ മഴയിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതുക. മുറ്റത്ത് വെള്ളം വരും, കിണറുകൾ നിറയും, തവളകൾ പൊക്രോം പൊക്രോം കരയും, ഇടിവെട്ടും, മിന്നലുണ്ടാവും, മേഘം കറുക്കും, തോരാതെ മഴ പെയ്യും, വള്ളം ഉണ്ടാക്കി കളിക്കും. അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ നിങ്ങൾക്കറിയാലോ, അത് ചേർത്ത് നിങ്ങളൊരു പാട്ട് എഴുതണം. ഇവിടെ ടീച്ചർ ചെറിയൊരു പാട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇന്നൊരു ഐഡിയ കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. മേഘം കറുത്തു മഴ വന്നു. മേഘം കറുത്തിട്ടാണ് മഴ വരുന്നത് അല്ലേ? അപ്പൊ മേഘം കറുത്തു മഴ വന്നു, ഇടിയും വെട്ടി മഴ പെയ്തു, മുറ്റം നിറയെ മഴവെള്ളം, തവളകൾ ചാടിക്കളിക്കുന്നു, തോടും കിണറും നിറയുന്നേ, കാറ്റ് വീശി അടിക്കുന്നേ, ആഹാ നല്ല രസമാണേ, മഴയത്തിറങ്ങാൻ രസമാണേ. ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? മേഘം കറുത്ത കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മഴ വന്ന കാര്യം ഉൾപ്പെടുത്തി, മഴ പെയ്ത കാര്യം ഉൾപ്പെടുത്തി, ഇടിവെട്ടിയ കാര്യം ഉൾപ്പെടുത്തി, മുറ്റം നിറയെ മഴവെള്ളമായി, തവളകൾ ചാടിക്കളിക്കുന്നു കരയുന്നു അത് ഉൾപ്പെടുത്തി, തോടും കിണറും നിറയുന്നത് ഉൾപ്പെടുത്തി, കാറ്റ് വീശിയത് ഉൾപ്പെടുത്തി. അപ്പോൾ എന്നിട്ട് മഴയത്ത് ഇറങ്ങാൻ നല്ല രസമാണ് മഴ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വാക്കുകളെല്ലാം ചേർത്ത് മഴയെക്കുറിച്ചൊരു പാട്ട് എഴുതാം, ഒരു കവിത എഴുതാം. മേഘം കറുത്തു മഴ വന്നു, ഇടിയും വെട്ടി മഴ പെയ്തു, മുറ്റം നിറയെ മഴവെള്ളം, തവളകൾ ചാടിക്കളിക്കുന്നു, തോടും കിണറും നിറയുന്നേ, കാറ്റ് വീശി അടിക്കുന്നേ, ആഹാ നല്ല രസമാണേ, മഴയത്തിറങ്ങാൻ രസമാണേ. ഒരേ താളത്തിൽ പാടാൻ കഴിയണം കേട്ടോ ആ പാട്ട്. നിങ്ങൾ ഈ വാക്കുകൾ ഒരേ താളത്തിൽ പാടാൻ കഴിയുന്ന രീതിയിൽ മാത്രമേ എഴുതാവൂ. എന്നാലേ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയെക്കുറിച്ച് കടങ്കഥകൾ എഴുതൂ. മഴയെക്കുറിച്ച് കടങ്കഥകൾ എഴുതൂ. മഴയെക്കുറിച്ചുള്ള കടങ്കഥകൾ അറിയാവോ? ടീച്ചർ ഇവിടെ 2 കടങ്കഥ പറയാം. മിന്നലിൽ ചിരിക്കും, ഇടിയിൽ കരയും. ആരാ? മഴ. മിന്നലിൽ ചിരിക്കും. ആദ്യം മിന്നൽ, എന്നിട്ടാണല്ലോ ഇടി വെട്ടുക. ഇടി വെട്ടുമ്പോൾ മഴ ആർത്ത് പെയ്യ അല്ലേ? അപ്പൊ മിന്നലിൽ ചിരിക്കും, ഇടിയിൽ കരയും. ആരാ? മഴ. മരത്തിലുണ്ട് വരത്തിലില്ല, ആഴത്തിലുണ്ട് ആനയിലില്ല. മരത്തിലുണ്ട് മ, ആഴത്തിലുണ്ട് ഴ. മരത്തിലുണ്ട് വരത്തിലില്ല, ആഴത്തിലുണ്ട് ആനയിലില്ല. എന്താ? മഴ. മരം വരം, ആഴം ആന. ഓക്കെ, അപ്പൊ മിന്നലിൽ ചിരിക്കും, ഇടിയിൽ കരയും. മഴ. മരത്തിലുണ്ട് വരത്തിലില്ല, ആഴത്തിലുണ്ട് ആനയിലില്ല. എന്താ? മഴ. ഇനി മഴയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ. മഴ പെയ്താൽ പുഴ അറിയും. കാരണം മഴ പെയ്താൽ പുഴയിൽ വെള്ളം എത്തിച്ചേരുമല്ലോ. മഴ പെയ്താൽ പുഴ അറിയും. മഴ പെയ്താൽ പുഴ അറിയും. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. രണ്ടാമത്തെ പഴഞ്ചൊല്ലെന്താ? ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. മൂന്നാമത്തേതോ? ഇടവത്തിൽ മഴ ഇടവഴി നീളെ. ഇടവത്തിൽ മഴ, ഇടവത്തിലെ മഴയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇടവത്തിൽ മഴ ഇടവഴി നീളെ.
ഇടവത്തിൽ മഴ ഇടവഴി നീളെ. മഴ പെയ്താൽ പുഴ അറിയും. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. ഇടവത്തിൽ മഴ ഇടവഴി നീളെ. ഓക്കെ, മഴ പെയ്താൽ പുഴ അറിയും. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. ഇടവത്തിൽ മഴ ഇടവഴി നീളെ. അപ്പോൾ മഴയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും. കവിത എഴുതാനോ, മഴ അനുഭവം എഴുതാനോ, മഴയെക്കുറിച്ച് കടങ്കഥ എഴുതാനോ, മഴയെക്കുറിച്ച് പഴഞ്ചൊല്ല് എഴുതാനോ എന്തെങ്കിലും ഉണ്ടാവും. മഴ അനുഭവം അത് എങ്ങനെയാണ് എഴുതേണ്ടത് ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്ക്, സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. മറ്റുള്ള ക്ലാസ്സുകളെല്ലാം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക.